റെസിപ്പി പഴം അവൽ നിറച്ചത്. ഇതൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾ ഇഫ്താർ നോക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയാണ്, അറ്റ് ദ സെയിം ടൈം വളരെ ടേസ്റ്റിയുമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉന്നക്കായൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഏത്തപ്പഴമാണ് ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉന്നക്കായുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് മുകളിലൊരു ഐ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഉന്നക്കായുടെ റെസിപ്പിയിലോട്ട് പോകാൻ പറ്റും. അതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ളത്. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ്ഡ് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത് പുറംഭാഗം കറുത്ത് നിറമാവുന്ന ആ ഒരു പരുവാവരുത്. അതുപോലെ തന്നെ തീരെ പഴുപ്പ് കുറയാനും പാടില്ല. നമ്മൾ ശരിക്കും ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ രീതിയിലായിരിക്കും. അത്യാവശ്യം നല്ല മധുരവും വേണം. ആ ഒരു രീതിയിൽ പരുവായിരിക്കണം ഏത്തപ്പഴം. അങ്ങനെയുള്ള ഏത്തപ്പഴം ഞാൻ 2ആയി മുറിച്ച് ചെറുതായിട്ട് വകഞ്ഞ് ഞാൻ സാധാരണ അപ്പച്ചെമ്പിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. ആ പുഴുങ്ങുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിലോട്ട് 1/2 ഗ്ലാസ് അവൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വെളുത്ത അവലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളറിലുള്ള അവലും വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറേശ്ശെ വെള്ളം അല്പമായിട്ട് ചേർത്ത്, ഞാൻ കുടിക്കുന്ന വെള്ളമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. കാരണം നമ്മൾ വേവിക്കുമെങ്കിൽ ഒരുപാട് നേരിട്ട് വേവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുടിക്കുന്ന വെള്ളം തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നനച്ച് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് വീണ്ടും കുറച്ച് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു കണക്ക് ഞാൻ പറയുന്നില്ല, കാരണം അത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സോഫ്റ്റായി തോന്നുന്നു. ഒരുപാട് സോഫ്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആയി പോരുത്, എന്നാൽ അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ മൂടി വയ്ക്കുക. ഒരു 10-12 മിനിറ്റോളം അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാനിപ്പോൾ ഇത് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഏത്തപ്പഴമാണ്. പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്കത്തെ ആ കറുത്ത ഭാഗം മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല. അപ്പം ഞാനിത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മാഷ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഏത്തപ്പഴം പുഴുങ്ങിയതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയുടെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ കുഴച്ചെടുക്കുക, ഇങ്ങനെ മാവെല്ലാം കുഴച്ച്, അതായത് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒരു ഡോ പോലെ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം. പ്രത്യേകിച്ച് ഈ അവൽ ഇങ്ങനെ നനയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിനുശേഷം ഒരു ഡോ ആക്കിയതിന് ശേഷം നമുക്കൊരു ചെറിയൊരു മീഡിയം സൈസ്ഡ് ഒരു ഉണ്ട ഉണ്ടാക്കാനായിട്ടുള്ള അത്രയും ഈ പഴം പുഴുങ്ങിയ മിക്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ശരിക്കും കോഴിക്കട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയൊരു കുഴി നടുക്കുണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഈ അവൽ കുറച്ചെടുത്ത് നിറച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ കോഴിക്കട്ട എങ്ങനെയാണ് മൂടി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സീൽ ചെയ്ത് വെക്കുമല്ലോ, അതുമാതിരി ചെയ്യുക. നന്നായിട്ട് സീൽ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങുമ്പോൾ ചിലപ്പോൾ അവലിൽ നിന്നൊക്കെ എന്തെങ്കിലും വെള്ളം വരുവാണെങ്കിൽ അത് പുറത്ത് വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ എങ്ങനെയാണോ വേവിക്കാറ് അതുപോലെ തന്നെ ചെറുതായിട്ട് എണ്ണ പുരട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് പെട്ടെന്ന് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അപ്പച്ചെമ്പിലിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാ സാധനങ്ങളും കുക്ക്ഡാണ്, എക്സെപ്റ്റ് ആ ഗോതമ്പ് ചേർത്തിട്ടുണ്ടെന്ന് മാത്രമാണ് ആവാത്തത്. സോ അതിന് മാത്രം സമയം കൊടുത്താൽ മതി കുക്കാവാനായിട്ട്. അത് ഏകദേശം ഒരു 10 മിനിറ്റ് മാക്സിമം, അത് കൂടുതലൊന്നും എടുക്കില്ല. അപ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ചൂടോടെ നമുക്ക് അത് പാത്രത്തിൽ നിന്ന് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുമ്പോഴാണ് ഒന്നും കൂടെ പൊട്ടാണ്ട് കിട്ടുക. അപ്പോൾ വളരെ സോഫ്റ്റാണ്, കാരണം നമ്മൾ പഴം ചേർത്തിട്ടിരിക്കുന്നതുകൊണ്ട് വളരെ സോഫ്റ്റായിരിക്കുന്നത്, ഭയങ്കര ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് അവലും ഏത്തപ്പഴവും പുഴുങ്ങിയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കോമ്പിനേഷൻ. നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതല്ലേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്. അപ്പോൾ ഇതുപോലെ
പുഴുങ്ങി കഴിക്കാനും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവർക്ക് സ്കൂളിലോട്ട് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടുക. അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ ഇത് വളരെ ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനും ഒരു കുഴപ്പമില്ല. ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്രാവശ്യത്തെ ഇഫ്താറിന് നിങ്ങൾ ഇഫ്താർ നോക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. എന്തായാലും ഉന്നക്കായൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് എനിക്ക് എൻ്റെ ചാനൽ കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.